Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ എക്സാംസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 9 കണ്ടു. ഇന്ന് നമ്മൾ അതേ തന്നെ വേറെ ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ഓക്കെ, തെർമോഡൈനാമിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അടുത്തത് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എ വന്നിട്ട് എനർജി, ബി വന്നിട്ട് മാസ്, സി വന്നിട്ട് ഇക്വിലിബ്രിയം, ഡി വന്നിട്ട് ടെമ്പറേച്ചർ. ഇതിൽ ഏതാണ് ആൻസർ എന്ന് കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. 5 seconds ടൈം തരാം. ഓക്കെ, ആൻസർ വന്നിട്ട് എനർജി ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹീറ്റ് ആൻഡ് വർക്ക് ആർ. എ വന്നിട്ട് പാത്ത് ഫംഗ്ഷൻ, ബി വന്നിട്ട് പോയിന്റ് ഫംഗ്ഷൻ, സി വന്നിട്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഡി വന്നിട്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഇടണം. ഓക്കെ, ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട് പാത്ത് ഫംഗ്ഷൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ്. എ വന്നിട്ട് ടെമ്പറേച്ചർ, ബി വന്നിട്ട് വർക്ക്, സി വന്നിട്ട് എഫിഷ്യൻസി, ഡി വന്നിട്ട് സ്പെസിഫിക് ഹീറ്റ്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് ബി ആണ്, വർക്ക് ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് എ ഡെഫിനൈറ്റ് ഏരിയ ഇൻ സ്പേസ് വിച്ച് തെർമോഡൈനാമിക് അനാലിസിസ് ഇസ് കണ്ടക്ടഡ് ഈസ് നോൺ ആസ്. എ കണ്ടിന്യൂം, ബി വന്നിട്ട് സ്പേസ്, സി വന്നിട്ട് സിസ്റ്റം, ഡി വന്നിട്ട് സറൗണ്ടിങ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേഗം വന്നിട്ട് കമന്റ് സെക്ഷനിൽ ആൻസർ ചെയ്യുക. ആൻസർ വന്നിട്ട് സി, സിസ്റ്റം ആണ് ആൻസർ. വന്നിട്ട് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ടുഗദർ ആർ നോൺ ആസ്. എ വന്നിട്ട് സ്പേസ്, ബി വന്നിട്ട് യൂണിവേഴ്സ്, സി വന്നിട്ട് റിസർവോയർ, ഡി വന്നിട്ട് ബൗണ്ടറി. വേഗം വന്നിട്ട് ആൻസർ കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് ബി ആണ്, യൂണിവേഴ്സ് ആണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് റിലേറ്റഡ് ടു. എ വന്നിട്ട് ക്വാളിറ്റി ഓഫ് എനർജി, ബി വന്നിട്ട് ക്വാണ്ടിറ്റി ഓഫ് എനർജി, സി വന്നിട്ട് ഇക്വിലിബ്രിയം, ഡി വന്നിട്ട് വർക്ക്. നിങ്ങൾ വേഗം ഓപ്ഷൻ വന്നിട്ട് കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് എ ആണ്, ക്വാളിറ്റി ഓഫ് എനർജി. സെവൻത് ക്വസ്റ്റ്യൻ വന്നിട്ട് PM2 ഈസ് ആൻ എൻജിൻ വിച്ച് ഈസ്. എ വന്നിട്ട് വയലേറ്റിംഗ് ഫസ്റ്റ് ലോ, ബി വന്നിട്ട് വയലേറ്റിംഗ് സെക്കൻഡ് ലോ, സി വന്നിട്ട് എൻജിൻ എഫിഷ്യൻസി യൂണിറ്റി, ഡി വന്നിട്ട് എൻജിൻ ഈസ് സീറോ എഫിഷ്യൻസി. ഓപ്ഷൻസ് വന്നിട്ട് തന്നിട്ടുണ്ട്, വേഗം വന്നിട്ട് 5 സെക്കൻഡിൽ ആൻസർ ചെയ്യുക. തെറ്റായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ആൻസർ വന്നിട്ട് ബി, വയലേറ്റിംഗ് സെക്കൻഡ് ലോ. എയ്ത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ എ സൈക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് നോ എഫക്ട് ദാൻ the transfer of heat from a cooler body to a hotter body. This statement is known as. A വന്നിട്ട് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബി വന്നിട്ട് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, സി വന്നിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡി വന്നിട്ട് ലോ ഓഫ് എൻട്രോപ്പി. ഇപ്പൊ ഞാൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അപ്പൊ വേഗം വന്നിട്ട് കമന്റ് സെക്ഷനിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ആൻസർ വന്നിട്ട് ബി ആണ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം.
9th ക്വസ്റ്റ്യൻ വന്നിട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി ഒറിജിനേറ്റഡ് ഫ്രം. എ വന്നിട്ട് ഫസ്റ്റ് ലോ, ബി വന്നിട്ട് സെക്കൻഡ് ലോ, സി വന്നിട്ട് തേർഡ് ലോ, ഡി വന്നിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം ആൻസർ വന്നിട്ട് 5 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യുക. ആൻസർ വന്നിട്ട് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത്. 10th ക്വസ്റ്റ്യൻ വന്നിട്ട് 0 ഡിഗ്രി ഈക്വൽ ടു ഡാഷ് കെൽവിൻ. എ വന്നിട്ട് -273.15, ബി വന്നിട്ട് 273.15, സി വന്നിട്ട് 0, ഡി വന്നിട്ട് 373.15. ഓക്കെ, ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ബി ആണ്. 273.15 കെൽവിൻ ആണ് വരുന്നത് 0 ഡിഗ്രി. എങ്ങനെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചറിന്റെ ചെറിയൊരു ഫോർമുല, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു ഫാരൻഹീറ്റ് -32 ഡിവൈഡഡ് ബൈ 9 ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കെൽവിൻ -273 ഡിവൈഡഡ് ബൈ 5 വരും. ഇപ്പം സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു ഫാരൻഹീറ്റ് -32 ഡിവൈഡഡ് ബൈ 9 ഉണ്ടല്ലോ. നമുക്കിപ്പോൾ സെൽഷ്യസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫാരൻഹീറ്റ് ക്വസ്റ്റ്യന് തരുവാണെങ്കിൽ സെൽഷ്യസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി സെൽഷ്യസ് കിട്ടുകയാണെങ്കിൽ, സെൽഷ്യസ് നമുക്ക് ക്വസ്റ്റ്യന് തരുകയാണെങ്കിൽ ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സെയിം തന്നെയാണ് സെൽഷ്യസും കെൽവിനും തമ്മിൽ ഈ ഒരു ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ സെൽഷ്യസ് ഈക്വൽ ടു കെൽവിൻ -273 എന്ന് വരും. ഓക്കെ, അത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഫാരൻഹീറ്റ് -32 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു കെൽവിൻ -273 ഡിവൈഡഡ് ബൈ 5 നമുക്ക് ഫാരൻഹീറ്റ് കിട്ടിയ ഫാരൻഹീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് കെൽവിൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ കെൽവിൻ ഉണ്ടെങ്കിൽ ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ട് 1 atmospheric pressure equal to dash Pascal. A വന്നിട്ട് 1.01325, B വന്നിട്ട് 101.325, C വന്നിട്ട് 101.325, D വന്നിട്ട് 0.101.325. 5 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ആൻസർ വന്നിട്ട് സി ആണ്, 101.325. ഓക്കെ, ഒരു നമ്മുടെ കോമൺലി വന്നിട്ട് പ്രഷർ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് വെച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നതാണ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു 760 mmHg ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് വേറൊന്നും കൂടെ പറയും, 101.3 കിലോ പാസ്കൽ എന്നും വരും. ഓക്കെ, ഇതിൽ വന്നിട്ട് പാസ്കൽ നല്ല കൊടുത്തിരിക്കുന്നത്, കിലോ വന്നിട്ട് ഇൻറ്റു 10⁻³ ആണ്. ഇൻറ്റു 10⁻³ ചെയ്യുമ്പം 101.325 ആൻസർ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ 3 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നതാണ്, നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയത്തില്ല, അതിന് പറയുന്നത് വാക്യൂം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയും. ഓക്കെ, മേളിലത്തെ പ്രഷർ എന്ന് പറയും, 0യുടെ മേളിലത്ത് വരുന്ന പ്രഷർ എന്ന് പറയുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, 12th വന്നിട്ട് ദ ഈക്വലൻസ് ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ഈസ് ഡിസ്കവേർഡ് ബൈ. എ വന്നിട്ട് കെൽവിൻ, ബി വന്നിട്ട് പാസ്കൽ, സി വന്നിട്ട് ക്ലോഷ്യസ്, ഡി വന്നിട്ട് ജൂൾ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേഗം വന്നിട്ട് ആൻസർ ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഇടണേ. ഓക്കെ, ആൻസർ വന്നിട്ട് ജൂൾ ആണ്. ഓക്കെ, in a closed system is one which has A വന്നിട്ട് both energy and mass transfer, B വന്നിട്ട് neither mass nor energy, C വന്നിട്ട് no mass transfer but energy transfer, D വന്നിട്ട് no energy transfer but mass transfer. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് neither mass nor energy. ഓക്കെ, 14th question വന്നിട്ട് the temperature at which both Celsius and Fahrenheit scale become equal is.
എ വന്നിട്ട് 40, ബി വന്നിട്ട് 4, സി വന്നിട്ട് -40, ഡി വന്നിട്ട് 4. നമ്മൾ നേരത്തെ കണ്ടില്ലേ, സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു ഫാരൻഹീറ്റ് -40 അല്ല 32 ഡിവൈഡഡ് ബൈ 9 എന്നങ്ങാണ്ട് ഉണ്ടായിരുന്നില്ലേ. ആ ഫോർമുലയിൽ നമ്മൾ സെൽഷ്യസ് 0 ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. സി ആണ് ആൻസർ, -40 ആണ് ആൻസർ. ഓക്കെ. 15th ക്വസ്റ്റ്യൻ വന്നിട്ട് ദ പ്രോസസ് ഇൻ വിച്ച് there is no heat transfer across the system boundary is. A വന്നിട്ട് ഐസോതെർമൽ, ബി വന്നിട്ട് അഡിയബാറ്റിക്, സി വന്നിട്ട് ഐസോകോറിക്, ഡി വന്നിട്ട് ഐസോപീസ്റ്റിക്. ആൻസർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേഗം ആൻസർ കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് അഡിയബാറ്റിക് ആണ്. ഓക്കെ. അടുത്തത് വന്നിട്ട് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സെൽഷ്യസ് ആൻഡ് കെൽവിൻ സ്കെയിൽ. എ വന്നിട്ട് 0, ബി വന്നിട്ട് 273.15, സി വന്നിട്ട് 40, ഡി വന്നിട്ട് നൺ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഓക്കെ. നണ്ണാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. കാരണം -273.15 വരണം, പക്ഷെ അത് വന്നിട്ട് കൊടുത്തിട്ടില്ല. അപ്പം മൈനസ് കൊടുക്കാത്തത് കൊണ്ട് നണ്ണായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 17th ക്വസ്റ്റ്യൻ വന്നിട്ട് ടെമ്പറേച്ചർ ഈസ് ആൻഡ് ഡാഷ് പ്രോപ്പർട്ടി. എ വന്നിട്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി, ബി വന്നിട്ട് പാസ് ഫംഗ്ഷൻ, സി വന്നിട്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഡി വന്നിട്ട് നോട്ട് എ പ്രോപ്പർട്ടി. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേഗം കമന്റ് സെക്ഷനിൽ ആൻസർ ഇടുക. ആൻസർ വന്നിട്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. For an isochloric process, which property remains constant? A വന്നിട്ട് വോളിയം, ബി വന്നിട്ട് പ്രഷർ, സി വന്നിട്ട് ടെമ്പറേച്ചർ, ഡി വന്നിട്ട് എൻട്രോപ്പി. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനൊന്നും പറയത്തൊന്നുമില്ല. വേഗം ആഡ് ചെയ്തോ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആഡ് ചെയ്യും. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ക്ലാസ് തന്നെ ആയിട്ട്. ഓക്കെ, നമുക്ക് ആൻസർ പറയാം. ഓക്കെ, വോളിയം ആണ് ആൻസർ. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം വന്നിട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. 19th ക്വസ്റ്റ്യൻ വന്നിട്ട് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ദ ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ്. എ വന്നിട്ട് ടെമ്പറേച്ചർ അലോൺ, ബി വന്നിട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സി വന്നിട്ട് ടെമ്പറേച്ചർ ആൻഡ് വോളിയം, ഡി വന്നിട്ട് മോളിക്കുലർ വെയിറ്റ്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ടെമ്പറേച്ചർ അലോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് വരുന്ന സബ്ജക്ട്സ് കാണാം. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, പിന്നെ സർവേയുടെ ഒക്കെ കുറച്ചുകൂടെ എടുക്കാനുണ്ട്. അപ്പം അതിലോട്ട് പോകാം. ഓക്കെ, എന്തായാലും ഇതോടെ ഞാൻ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ് തീർക്കുകയാണ്. ഇനി അടുത്തത് വരുന്ന KWA എക്സാംസിനും പിന്നെ വന്നിട്ട് ട്രേസറുടെയും HRA ഗ്രേഡ് 1ൻ്റെ ഒക്കെ എക്സാമിന് വന്നിട്ട് ഞാൻ ഒന്നുകൂടെ റിവിഷനായിട്ട് ക്ലാസ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.